തൃശ്ശൂരിൽ നിന്ന് തുടങ്ങാം. അവിടെ വീട്ടുടമ അറിയാതെ 9 പേര് വോട്ട് ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതല്ലേ? അതിൽ പരാതിയില്ലാത്ത ഒരു പാർട്ടിയേ ഉള്ളൂ, ആ പാർട്ടി BJP ആണ്, നാം കണ്ടതല്ലേ? ബാക്കി എല്ലാവർക്കും പരാതിയുണ്ട്, BJPക്ക് പരാതിയില്ല. പിന്നെ അങ്ങോട്ട് പോയാൽ കർണാടകയിലെ മണ്ഡലം നമ്മൾ കണ്ടതല്ലേ? ആ മണ്ഡലത്തിൽ എത്ര പേർ, ഏതെല്ലാം വീടുകളിൽ പേര് ചേർക്കപ്പെട്ടു? അവിടെയും പരാതിയില്ലാത്ത ഒരു പാർട്ടി BJP മാത്രമേ ഉള്ളൂ. പിന്നെയും കണ്ടതല്ലേ, പേരില്ലാത്ത ആളുകൾ, പ്രോപ്പർ ഫോട്ടോഗ്രാഫ് ഇല്ലാത്ത ആളുകൾ, വിലാസമില്ലാത്ത ആളുകൾ, രക്ഷിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അക്കങ്ങൾ മാത്രമുള്ളവർ, കണ്ടതല്ലേ? ഇത് കണ്ടിട്ടും താങ്കൾ പറയുന്നു യക്ഷിക്കഥയാണ് എന്ന്. അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും വെടിപൊട്ടിക്കുകയല്ലോ, ഓരോ പേജ് ബൈ പേജായി സ്ക്രീൻഷോട്ടുകൾ അടക്കം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ അല്ലേ സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്? അതെങ്ങനെയാണ് യക്ഷിക്കഥയാവുന്നത്? ഞാൻ യക്ഷിക്കഥ എന്ന് പറഞ്ഞ കഥ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ 100 കോടി ഡാറ്റാബേസിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ മാറ്റി ഇഷ്ടമുള്ളവരെ കയറ്റി ഇങ്ങനെയുള്ള സാധനം, അതാണ് ഞാൻ യക്ഷിക്കഥ എന്ന് പറഞ്ഞത്. പിന്നെ ഈ വോട്ടുകളുടെ കാര്യം പറഞ്ഞത്, ഈ വോട്ടുകളുടെ ഞാൻ പറഞ്ഞില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ 540 മണ്ഡലങ്ങൾ എടുത്താൽ 540 മണ്ഡലങ്ങളിലും ഇതുണ്ടാകും. ഇവിടെ ഈ അടുത്ത കാലത്താണ് BJP നേതാവ് JR പത്മകുമാറിന്റെ അഡ്രസ്സില്, വീട്ടില് തിരുവനന്തപുരത്ത് അഡ്രസ്സില് 56 വോട്ട് ആ ഒരൊറ്റ അഡ്രസ്സിൽ. അദ്ദേഹം വളരെ യാദൃശികമായിട്ടാണ് ഇത് അറിയുന്നത്. ഇപ്പൊ അദ്ദേഹം ഓടി നടക്കുകയാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഇലക്ട്രൽ റോൾ സിസ്റ്റത്തിൽ ഈ പ്രശ്നമുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണങ്ങൾ ലഭിക്കും. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുമുള്ള പ്രക്രിയയാണ് സാർ SIR. ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ച് അത് ക്ലിയർ ആക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമ്മൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല വെച്ചാൽ ആ SIR എങ്ങനെ നടത്തുന്നത്? ആ SIR കമ്മീഷന്റെ സൗകര്യത്തിൽ നടത്തിയാൽ മതിയോ? ബീഹാർ പോലെ ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് 1 മാസം മാത്രം സമയമെടുത്ത് ആരെയും വിശ്വാസത്തിലെടുക്കാതെ നടത്തുകയാണ്. പലയിടത്തും ആപ്ലിക്കേഷൻ ഫോം പോലും കിട്ടിയിട്ടില്ല, അവരെല്ലാം വെട്ടിമാറ്റിയിരിക്കുകയാണ്. 22 ലക്ഷം പേര് മരിച്ചു എന്ന് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കണക്ക്. അതിൽ തന്നെ ആളുകൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു, ഞങ്ങൾ ഈ പട്ടികയിൽപ്പെട്ടു പക്ഷേ ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ആ വെട്ടിമാറ്റി 65 ലക്ഷം പേരുടെ പട്ടിക പോലും പ്രസിദ്ധീകരിക്കാതെ മൊത്തത്തിൽ കള്ളത്തരം കാണിക്കുകയാണ്. ഇതാണോ ശുദ്ധീകരണ പ്രക്രിയ? അത് ശുദ്ധീകരണ പ്രക്രിയ അത് കമ്മീഷൻ പറഞ്ഞാൽ പോരല്ലോ, എല്ലാവർക്കും മനസ്സിലാവണ്ടേ? അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സമ്മതിക്കുന്നില്ല എന്ന് വിലപിക്കുകയാണ് നിങ്ങൾ. ശുദ്ധീകരണ പ്രക്രിയ ഇങ്ങനെയാണെങ്കിൽ ആ പ്രക്രിയ വേണ്ട.